ഹലോ, അപ്പം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ടാണ്. നിമിഷമില്ലാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് ഫിലിം ചാനൽ. ആദ്യം തന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നാണ്. നമ്മുടെ പേട്ടത്തല എന്ന് പറഞ്ഞ അരുൺ വിജയ് സിനിമേന്റെയാണ്. ചിത്രം റിലീസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 8 ദിവസം ആവുകയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 3.27 ലക്ഷമാണ്. തമിഴ്നാടാണെങ്കിൽ 2,52,00,000 സോറി 82 ലക്ഷമാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗത്തായിട്ട് സിനിമയ്ക്ക് 33 ലക്ഷം. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് സിനിമയ്ക്ക് 8 ദിവസം കൊണ്ട് 3,18 ലക്ഷമാണ് പേട്ടത്തല സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു മലയാള സിനിമയാണ് ആഘോഷം എന്ന് പറഞ്ഞ സിനിമ. നരൻ, അജു വർഗീസ്, വിജയ് രാഘവൻ എന്നിവരൊക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടായിരുന്നു റിലീസിന് വന്നത്. സിനിമയുടെ 8 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അല്ല, വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേൾഡ് വൈഡ് സിനിമയ്ക്ക് കഴിഞ്ഞ 8 ദിവസം കൊണ്ട് 33.10 ലക്ഷമാണ്. വേൾഡ് വൈഡ് ആയിട്ട് തന്നെ സിനിമയ്ക്ക് ലക്ഷങ്ങളിൽ മാത്രമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് പലയിടങ്ങളിൽ നിന്നും സിനിമ വാനിഷ് ഔട്ട് ആവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആഘോഷം എന്ന് പറഞ്ഞ നരൻ ചിത്രം. അടുത്തൊരു പ്രണയ സിനിമയാണ് ഷൈൻ നിഗത്തിന്റെ ഹാൽ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയുടെ 8 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ആണ്. കേരളത്തിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് കഴിഞ്ഞ 8 ദിവസം കൊണ്ട് 75.60 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് സിനിമയ്ക്ക് 8 ദിവസം കൊണ്ട് 84.75 ലക്ഷമാണ് ഹാൽ എന്ന് പറഞ്ഞ ഷൈൻ നിഗം സിനിമ നേടിയെടുത്തിരിക്കുന്നത്. മറ്റൊരു സൈലന്റ് ആയ ഒരു ഡിസാസ്റ്റർ ആയി മാറുകയാണ് ഷൈൻ നിഗത്തിന്റെ ഹാൽ എന്ന് പറഞ്ഞ സിനിമ. കാത്തിരിക്കും നമുക്ക് ഹാലിന്റെ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസിലായിട്ട് വരും ദിവസങ്ങളിൽ. മറ്റൊരു സിനിമയാണ് നമ്മുടെ മിണ്ടിയും പറഞ്ഞും എന്ന് പറഞ്ഞ നമ്മുടെ ഉണ്ണിമുകുന്ദൻ സിനിമ. ആ സിനിമേന്റെ വേൾഡ് വൈഡ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 8 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് സിനിമയ്ക്ക് വേൾഡ് വൈഡ് 29.50 ലക്ഷമാണ്. വളരെ മോശമായ ഒരു കളക്ഷൻ തന്നെയാണ് വേൾഡ് വൈഡ് സിനിമയ്ക്ക്. ആദ്യ ആഴ്ച കൊണ്ട് തന്നെ സിനിമ കേരളത്തിലെ ഓൾമോസ്റ്റ് തിയേറ്ററുകളിൽ വാനിഷ് ആവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മിണ്ടിയും പറഞ്ഞു എന്ന് പറഞ്ഞ സിനിമ എന്തായാലും ഇന്ന് UK റിലീസിന് പോവുകയാണ് നമ്മുടെ ഉണ്ണിമുകുന്ദൻ. അതുപോലെ തന്നെ അപർണ ബാലമുരളി അഭിനയിച്ച മിണ്ടിയും പറഞ്ഞു എന്ന് പറഞ്ഞ സിനിമ. കാത്തിരിക്കാൻ നമുക്ക് റിലീസിനായിട്ട്. മറ്റൊരു സിനിമയാണ് ദുരന്തർ എന്ന് പറഞ്ഞ സിനിമ. 28 ദിവസമായിരിക്കാണ് സിനിമ കേരളത്തിൽ റിലീസ് ചെയ്തിട്ട്. ഓൾമോസ്റ്റ് 28ാം ദിവസം കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് തന്നെ പരിശോധിക്കാൻ പോകുന്നത്. 27 ദിവസം കൊണ്ട് സിനിമ കേരളത്തിൽ നിന്ന് 6,52,00,000മാണ്. 28ാം ദിവസം വ്യാഴാഴ്ച സിനിമയ്ക്ക് 17 ലക്ഷമാണ് കളക്ഷൻ കാണുന്നത്. അങ്ങനെ ടോട്ടൽ 28 ദിവസം കൊണ്ട് 6,69,00,000മാണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ ഓൾമോസ്റ്റ് ഷെയർ ആയിട്ട് 2,85,00,000-ത്തിനടുത്താണ് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിരിക്കുകയാണ് ഈ സിനിമ കേരളത്തിന് റിലീസ് കൊണ്ടുവന്നവർക്ക്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്. മറ്റൊരു കന്നഡ സിനിമേന്റെയാണ് 45 ദ മൂവി എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. എന്തായാലും സിനിമ കേരളത്തിൽ വലിയൊരു ദുരന്തമാവുകയാണ്. ആദ്യ ദിവസം സിനിമയ്ക്ക് വെറും 3 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ടോട്ടൽ 8 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 45 ലക്ഷമാണ് കാണുന്നത്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ സിനിമയ്ക്ക് 8 ദിവസം കൊണ്ട് 16,31,00,000മാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഉപേന്ദ്ര അതുപോലെ തന്നെ രാജ് പി ഷെട്ടി എന്നിവരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്ന സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട്. അടുത്തൊരു സിനിമയാണ് നമ്മൾ മമ്മൂക്കിയുടെ കളംകാവൽ എന്ന് പറഞ്ഞ സിനിമ. സൂപ്പർ ഹിറ്റ് തന്നെയാണ് സിനിമ വേൾഡ് വൈഡ്. ഓൾമോസ്റ്റ് സിനിമയ്ക്ക് വേൾഡ് വൈഡ് 82,91,00,000മാണ് കഴിഞ്ഞ 28 ദിവസത്തെ കളംകാവൽ സിനിമയുടെ കളക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ സിനിമയ്ക്ക് 37 കോടിയാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ 28 ദിവസത്തെ കളക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് റിലീസ് കൊണ്ടുവന്നവർക്ക് കളംകാവൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നല്ലൊരു ലാഭം തന്നെയാണ് നമ്മുടെ കളംകാവൽ സിനിമ സമ്മാനിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല മമ്മൂക്കിന്റെ സ്ട്രോങ് കംബാക്ക് കൂടിയാണ് അതിലൂടെ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു തെലുങ്ക് സിനിമയാണ് ചാമ്പ്യൻ എന്ന് പറഞ്ഞ സിനിമ. അനുസരാജനൊക്കെ സിനിമയിൽ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ചു. ദുൽഖർ സൽമാൻ സിനിമയിൽ കേമിയോ റോളിലും വരുന്നുണ്ട്. ചാമ്പ്യൻ എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ 6 ദിവസത്തെ വേൾഡ് വൈഡ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് തെലുങ്ക് മാത്രം തെലുങ്ക് സ്റ്റേറ്റ്സിൽ നിന്ന് സിനിമയ്ക്ക് 9,93,00,000മാണ് കാണുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യന്റെ മറ്റു ഭാഗത്തേക്ക് ആയിട്ട് സിനിമയ്ക്ക് 1,44,00,000മാണ്. ഓവർസീസ് ആണെങ്കിൽ ഇന്ത്യന്റെ വെളിയിൽ സിനിമയ്ക്ക് 2,35,00,000മാണ്. വേൾഡ് വൈഡ് സിനിമയ്ക്ക് 13,72,00,000മാണ് കളക്ഷൻ കാണാൻ സാധിക്കും ചാമ്പ്യൻ എന്ന് പറഞ്ഞ തെലുങ്ക് സിനിമയ്ക്ക്. മറ്റൊരു സിനിമയാണ് സിറൈ എന്ന് പറഞ്ഞ സിനിമ. അങ്ങനെ ആദ്യ ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ്, ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിരിക്കുകയാണ് വേൾഡ് വൈഡ് സിനിമയ്ക്ക്. തമിഴ്നാട്ടിലെ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 7 ദിവസം കൊണ്ട് 8,47,00,000മാണ് കാണുന്നത്. അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ 89,00,000മാണ്. ഓവർസീസ് ആണെങ്കിൽ ഇന്ത്യന്റെ വെളിയിൽ സിനിമയ്ക്ക് 47.42,00,000മാണ്. വേൾഡ് വൈഡ് സിനിമയ്ക്ക് 9,84,00,000മാണ്. നല്ലൊരു കളക്ഷനിലോട്ട് പോവുകയാണ് സിറൈ എന്ന് പറഞ്ഞ സിനിമ. മറ്റൊരു ആനക്കോണ്ട ഫ്രാഞ്ചൈസിലെ സിനിമയാണ് ആനക്കോണ്ട എന്ന് പറഞ്ഞ സിനിമ. 2025 സിനിമയുടെ ആദ്യ ആഴ്ചത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് നോക്കുകയാണെങ്കിൽ ദുരന്തമാവുകയാണ്. ഒരു
ക്ലീൻ ഡിസാസ്റ്ററിലോട്ട് പോവുകയാണ്. കേരളത്തിലെ സിനിമയ്ക്ക് 7 ദിവസം കൊണ്ട് 29.30 ലക്ഷമാണ്. ഇന്ത്യൻ ബോക്സ് ഓഫീസ് ആയിട്ട് 6,49,00,000 വലിയൊരു ദുരന്തമായി മാറുകയാണ് ആനക്കോണ്ട എന്ന് പറഞ്ഞ സിനിമ. കാത്തിരിക്കാൻ ചെയ്യുക കൂടുതൽ സിനിമകളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ. നിമിഷം എല്ലാവരും കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് വീഡിയോസ്.